ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട് ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടിരിക്കാനുള്ള കുറച്ച് ക്ലീനിങ് ടിപ്സും ക്ലീനിങ് മോട്ടിവേഷനൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബിസി ആയിട്ടുള്ള വർക്കിംഗ് മോംസിനും എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. നമ്മളെന്നും ചെയ്യേണ്ട ജോലികൾ നമ്മളുടെ ഡെയിലി ക്ലീനിങ് റൂട്ടീനിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡായി വരുന്നൊരു കാര്യമാണ് പാത്രം കഴുകുന്നത്, അല്ലേ? വാഷിംഗ് ദി ഡിഷസ്. എന്തൊക്കെ കോംപ്രമൈസ് ചെയ്താലും നമുക്ക് പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടാൽ മാത്രമേ നമ്മുടെ കിച്ചൺ നീറ്റാവത്തുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് മെയ്ഡ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് എടുക്കാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഒരു ഡിഷ് വാഷറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ രണ്ട് നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഡിഷ് വാഷറിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്. രണ്ടാമത് വരുന്നൊരു കാര്യം, അതിന് കറണ്ട് ബില്ലും നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പം അങ്ങനെ അഫോർഡബിൾ എന്നുള്ളൊരു കുറച്ചൊരു എക്സ്പെൻസീവ് റേഞ്ചിൽ വരുന്നൊരു പ്രോഡക്റ്റാണ്. പക്ഷേ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ, നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മളുടെ ജോലികൾ, നമ്മളുടെ ഒത്തിരി തിരക്ക് പിടിച്ച ഒരാളാണെങ്കിൽ നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആരും ഇല്ലാത്തൊക്കെ ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ഹെൽപ്പാണ് ഡിഷ് വാഷർ ചെയ്യുന്നത്. എന്താ പറയുക, ഉടയുന്ന പാത്രങ്ങൾ, ഗ്ലാസിൻ്റെ പാത്രങ്ങൾ, അതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, ഇതെല്ലാം ഇടാം. നമുക്ക് ഇടാൻ പറ്റാത്തത് മരം, പിന്നെ അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ. അപ്പോൾ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കൂടുതലും ഗ്ലാസും സ്റ്റീലും യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണല്ലോ കൂടുതൽ ഹെൽത്തി. നമുക്ക് കൂടുതലും ഡിഷ് വാഷറിൽ തന്നെ കഴുകിയെടുക്കാം. ഇനി അതല്ല, ബാക്കി ഉള്ള പാത്രങ്ങളും, അപ്പോൾ നമുക്ക് എന്തായാലും കഴുകാനുള്ള പാത്രങ്ങളുടെ എണ്ണം എന്തായാലും കുറയുമല്ലോ. അപ്പോൾ ഡിഷ് വാഷർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണമാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നോക്കുക, റീയൂസ് ചെയ്യുക. പിന്നെ അപ്പം കഴുകാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ ഒത്തിരി ടയേർഡാണ്, നെക്സ്റ്റ് ഡേ നമുക്കൊരു ഹൗസ് ഹെൽപ്പ് വരും എന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല ഈസി ആയിട്ട് കഴുകാൻ പാകത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് വേണം അത് സെറ്റ് ചെയ്ത് വെക്കാൻ. കാരണം അത് അവർക്കും ഈസി ആയിരിക്കും. അതല്ല, ഇനി ഇൻ കേസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ അവർ ഒരു ലീവ് എടുക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനിയത്തെ ഒരു കാര്യമാണ് നമ്മൾ ടൈഡി അപ്പ് ചെയ്യുക. അതായത് ഒരു ചെറിയൊരു സമയം എടുത്തിട്ട് പെട്ടെന്നൊന്ന് മാറിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കുക. ഇപ്പോൾ സിറ്റിംഗ് റൂം ആണെങ്കിൽ കുഷൻസ് എല്ലാം ഒന്ന് നേരെയാക്കുക, റിമോട്ട് എല്ലാം എടുത്ത് അതിൻ്റെ പ്ലേസിലെടുത്ത് വെക്കുക. എത്ര നമ്മൾ നീറ്റായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കിയാലും ചില തിരക്കുകൾ വരുമ്പോൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിക്കിടക്കുമല്ലോ. അതൊന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്താൽ നമ്മുടെ വീട് കുറച്ചുകൂടി പ്രസൻറ്റബിൾ ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു വാക്യൂം ക്ലീനറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ അടിച്ചു വാരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതായത് നമ്മൾ അടിച്ചു വാരുമ്പോൾ പൊടി പറന്ന് വീണ്ടും സെറ്റിൽ ഡൗൺ ചെയ്യും. പിന്നെ എല്ലാ ബെഡിലും സോഫയിലും എല്ലാം പൊടി പറന്ന് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വാക്യൂം ക്ലീനറിൽ എല്ലാ പൊടികളും അബ്സോർബ് ചെയ്ത് നമുക്ക് എടുക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ നല്ലൊരു വാക്യൂം ക്ലീനറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലത് തന്നെയായിരിക്കും. അതുപോലെ ഒരു റോബോ വാക്യൂം ക്ലീനർ ഇപ്പം നല്ല പോപ്പുലർ ആണല്ലോ. അപ്പോൾ അതും നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക, നമുക്ക് ഇപ്പം വാക്യൂം ക്ലീനർ നമ്മൾ മാനുവലി ചെയ്യണം, പക്ഷേ റോബോ ആണെങ്കിൽ അത് തന്നെ ചെയ്തോളുമല്ലോ. അപ്പോൾ അതും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അടുത്തത്, നമ്മൾ വീക്ക്ലി ഒരു പ്രാവശ്യമെങ്കിലും ഡസ്റ്റിങ് ചെയ്യുക. എവിടെയാണെങ്കിലും ഇപ്പം നല്ലപോലെ പൊടി ഉണ്ടാവും. മഴക്കാലത്ത് ഒഴിച്ച് നമ്മൾ
ബാക്കിയുള്ള സമയത്തെല്ലാം പൊടിയുണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്ന വീട് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ താമസിക്കുന്ന വീടുകളിലാണെങ്കിൽ പൊടി നല്ല പോലെ ഉണ്ടാവും. അപ്പം മാക്സിമം നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് പൊടിയൊക്കെ ഒന്ന് ഡസ്റ്റിങ് ചെയ്ത് മാറ്റാൻ നോക്കുക. കാരണം കുറേ അങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് വാക്യൂം വെച്ചിട്ടും ഈ ഡസ്റ്റൊക്കെ എടുക്കാം. അപ്പോൾ അതിനൊരു ഡേയോ സ്പെസിഫിക് ഒരു ഡേ നമ്മൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ഫ്രീ ആയിട്ടുള്ളൊരു ഡേ അതിനെ അലോക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ഏരിയ ആയിട്ട് ചെയ്തെടുക്കാമല്ലോ. അടുത്തതാണ് ബെഡ് നന്നായിട്ട് വിരിച്ചിടുക എന്നുള്ളത്. ഏറ്റവും നല്ലത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ, കുട്ടികളൊന്നും നമ്മുടെ കൂടെ ഇല്ല, നമുക്ക് ആ ബെഡ് ഫ്രീ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിരിച്ചിടുക. നമ്മുടെ പില്ലോസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, കുഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബെഡ് അങ്ങ് നീറ്റാക്കി ഇടുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റൂം സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ റൂമിൻ്റെ പകുതി സെറ്റായ പോലെയാണ് നമ്മൾ ബെഡൊക്കെ ഒന്ന് വിരിച്ച് സെറ്റ് ചെയ്തിടുമ്പോൾ. പിന്നെ അത് നമുക്ക് പേഴ്സണലി നമുക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ് ബെഡ് മേക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ബെഡ് മേക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ടവൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു റുട്ടീനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലതായിരിക്കും. ഇനിയത്തെ ഒരു കാര്യമാണ്, നമുക്ക് തീരെ ബിസിയാണ്, നമുക്ക് കൊച്ചു കുട്ടികളുണ്ട് അല്ലെങ്കിൽ ജോലിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഔട്ട്സൈഡ് ഹെൽപ്പ് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ നമ്മളത് മാക്സിമം അന്വേഷിച്ച് നമുക്ക് യോജിക്കുന്ന ഒരു ഹെൽപ്പിനെ കണ്ടുപിടിക്കുക. അത് നമ്മുടെ ലൈഫ് ഒത്തിരി ഈസിയാക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ, ഇപ്പോൾ എല്ലാ ജോലികളും നമ്മൾ തന്നെ എടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി മണ്ടത്തരമാണ്. നമ്മളെപ്പോഴും ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്കാണ്. നമുക്ക് എവിടെ നിന്ന് ഹെൽപ്പ് കിട്ടുന്നോ അത് നമ്മൾ എടുക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ തന്നെ മറ്റംഗങ്ങൾക്ക് ജോലികൾ അവരും കൂടി ഷെയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈസിയറാണ്. അതുപോലെ ആസ് എ ഫാമിലി അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ സ്മാർട്ടായിട്ട് എങ്ങനെയാണ് നമ്മുടെ ജോലികൾ ഈസി ആക്കുക എന്നാണ് ചിന്തിക്കേണ്ടത്. എല്ലാ ജോലികളും എടുക്കുന്ന ഒരു സൂപ്പർ ലേഡി ആവുന്നതല്ല സ്മാർട്ട്നെസ്. അപ്പോൾ ഇപ്പോൾ ഇതുപോലെയുള്ള റോബോ വാക്യൂം ക്ലീനറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അത് ചെയ്യാൻ നോക്കുക. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് നമ്മൾ സംഘടിപ്പിച്ചാൽ നമ്മുടെ ലൈഫ് ഒത്തിരി ഈസി ആവും അല്ലേ. ഇനിയത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നതാണ്, അതായത് ഒരു ലോണ്ട്രി റുട്ടീൻ ഉണ്ടാവുക. ഏറ്റവും നല്ലത് ഒരു ലോഡ് ലോണ്ട്രി ഒരു ദിവസം ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അംഗങ്ങൾ കൂടുതലുള്ള വീട്ടിൽ ഒരു ലോഡ് ലോണ്ട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഒരു ലോണ്ട്രി കുന്നുകൂടി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ ഒരു ലോഡ് ലോണ്ട്രി ചെയ്യുന്നത് ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ ചില വീടുകളിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം വീക്കെൻഡ്സിൽ ചെയ്യുന്നത് അത് നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെയും പിന്നെ നമ്മൾക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് ആ ഒരു റുട്ടീൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു ലോഡ് ലോണ്ട്രി മസ്റ്റായിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഒരു ലോഡ് ലോണ്ട്രി നമുക്ക് വിരിച്ചിടാനും ഉണ്ടാവും, ഒരു ലോഡ് ലോണ്ട്രി നമുക്ക് മടക്കാനും ഉണ്ടാവും. അപ്പോൾ അതൊരു റുട്ടീൻ പോലെ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഈസി ആയിരിക്കും. ബാത്റൂംസ് നന്നായിട്ട് ക്ലീനാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ഏരിയ മാക്സിമം ഡ്രൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം. പിന്നെ നല്ലപോലെ കാർപ്പറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ വെള്ളം മാക്സിമം ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും, ആ കാർപ്പറ്റ്സ് അബ്സോർബ് ചെയ്തോളുമല്ലോ. പിന്നെ ചെറിയ നമ്മൾ അപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ബ്രഷസും എല്ലാം ഹാൻഡി ആയിട്ട് കബോർഡ്സിൽ കീപ്പ് ചെയ്താൽ നമുക്ക് നമ്മളുടെ ഡെയിലി കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതുപോലെ ബാത്റൂംസിൻ്റെ ക്ലീനിങ്ങും അങ്ങ് സ്പീഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ റൂമിലും ഇതുപോലെ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ്, വലിയ വീടാണെങ്കിൽ എസ്പെഷ്യലി റൂമുകളിൽ ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ തുണികൾ അവിടെ ഇവിടെ കുന്നുകൂടി കിടക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഒരു വേസ്റ്റ് ബിന്നും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും എല്ലാം നമുക്ക് അതിൽ കളക്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ
വേസ്റ്റുകൾ അവിടെ ഇവിടെ ഇപ്പോൾ കുട്ടികളാണെങ്കിലും അവിടെ ഇവിടെ ഇടാനുള്ളൊക്കെ ഒരു ടെൻഡൻസി വരും. അപ്പോൾ അത് നല്ലപോലെ ആവശ്യത്തിനുണ്ട് എന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലൊരു ലോണ്ട്രി ബാസ്ക്കറ്റ് ഇപ്പോൾ 2 ഫ്ലോറിലാണെങ്കിൽ 2 ഫ്ലോറിലും ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വീടൊരു പ്രസൻറ്റബിൾ ഫോമിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ സാധനങ്ങൾ കബേർഡ്സിനകത്ത് ആക്കി വെക്കാൻ നോക്കുക. കബേർഡ്സിനകത്ത് വാർഡ്രോബിനകത്ത് കുറച്ച് മെസ്സി ആണെങ്കിലും നമ്മുടെ മുറി പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ കാണുന്ന ഭാഗം ഒന്ന് ക്ലീനാക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഈ ഒരു വാർഡ്രോബിൻ്റെ അകം ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ കൂടിയും അത് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടതിന് ശേഷം ബാക്കി ഏരിയാസ് ഒന്ന് പ്രസൻറ്റബിൾ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം എടുത്തിട്ട് വാർഡ്രോബ്സ് ഒതുക്കാം. അപ്പോൾ മാക്സിമം ഉള്ളിലോട്ട് പോകുന്ന ഐറ്റംസിനേക്കാളും പുറമേ കാണുന്ന ഭാഗം നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ടിപ്സും മോട്ടിവേഷനും എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കുക ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. നമ്മുടെ മനസ്സിന് തന്നെ ഒരു സ്ട്രെസ് ഫ്രീ ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു ക്ലീനിങ് റുട്ടീനൊക്കെ സെറ്റ് ചെയ്ത് വീട് ക്ലീനായി വരുമ്പോഴത്തേനും നമ്മുടെ മനസ്സിന് നല്ലൊരു ഹാപ്പിനെസ് എന്തായാലും ഫീൽ ചെയ്യും. ക്ലീനിങ് ഒരു തെറാപ്പിയാണെന്ന് പറയും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാൻ നോക്കാം. അതുവരേക്കും ബൈ.